Good afternoon, everyone. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Yeah, good afternoon. എന്താണ് സ്ട്രെങ്ത് വളരെ കുറവാണല്ലോ. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ മാം. ട്രെയിനിങ്ങിനൊക്കെ പോയോണ്ടേക്കാരം കുറച്ച് ആൾക്കാര്. ഓക്കെ, ഇതാണല്ലേ. ഓക്കെ, അപ്പോ സ്റ്റാർട്ട് ചെയ്യൂ. പ്രയർ ഓഫ് ദി ഡേ സൈനിങ്. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. Good afternoon, ma'am. Good afternoon, all. Bind us together, God, bind us together with cords that cannot be broken. Bind us together, God, bind us together. Bind us together with love. There is only one God. There is only one King. There is only one body. That is why we sing. Bind us together, God, bind us together with cords that cannot be broken. We are the children of God. We are His promise divine. We are His chosen desire. We are the glorious new wine. Bind us together, God, bind us together with cords that cannot be broken. Bind us together, God, bind us together. Bind us together with love. Thank you, ma'am. Okay. Next. The best brain of the nations may be found on the last benches of the classrooms. Sign in by Srija. Okay. മാം ഒരു തോട്ട് പറഞ്ഞിട്ട് ക്ലാസ് നമുക്ക് തുടങ്ങാം. Okay. To do a great job, love the work what you do. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി നല്ല ഭംഗിയായിട്ട് ചെയ്യണം ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജോലിനെ തന്നെ സ്നേഹിക്കുക. എന്നാൽ നമുക്ക് നമ്മളുടെ ജോലി നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയും. നമ്മുടെ പ്രപ്പോസിഷന്റെ മോക്ക് ടെസ്റ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നോ? Yes, ma'am. ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു ഏത് ടൈംസ് ആണ് ഡിസ്കസ് ചെയ്തത്? Simple present. മാം സിമ്പിൾ പ്രസന്റും പ്രസന്റ് പെർഫെക്റ്റും അതൊക്കെ കംപ്ലീറ്റ് ചെയ്തു തോന്നുന്നു മാം. പ്രസന്റ് പെർഫെക്റ്റ് അല്ലേ ഇന്ന് തുടങ്ങേണ്ടത്? സിമ്പിൾ പ്രസന്റ് ആൻഡ് പ്രസന്റ് കണ്ടിന്യൂസ് ഇത് രണ്ടും ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അതെ മാം. പ്രസന്റ് പെർഫെക്റ്റ് വേണം ഇന്ന് തുടങ്ങാൻ. സിമ്പിൾ പ്രസന്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. Okay. Any other opinion? ആർക്കെങ്കിലും? സിമ്പിൾ പ്രസന്റ് മാത്രമേ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. Okay. അപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് പറയാം. സിമ്പിൾ പ്രസന്റ് ക്ലിയർ ആണോ? വേറെ ഡൗട്ടും കാര്യം എന്തെങ്കിലും ഉണ്ടോ? ചെറിയ ഡൗട്ട് ആണെങ്കിൽ ഒരു ചോദിക്കും. ഉണ്ടോ? ക്ലിയർ ആണ് മാം. ക്ലിയർ ആണ്. സബ്ജക്ട് മനസ്സിലായി. സിംഗുലർ സബ്ജക്ട്, പ്ലൂറൽ സബ്ജക്ട്. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഏത് വേർബ് ആണ് യൂസ് ചെയ്യേണ്ടതും ക്ലിയർ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? എല്ലാം ക്ലിയർ ആണല്ലോ? ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യണോ? വേണോ? റിവൈൻഡ് ചെയ്തിട്ട് പോവാം. റിവൈൻഡ് ചെയ്യാം. ജസ്റ്റ് ഞാനൊന്ന് പറയാം. ഓക്കെ, സിമ്പിൾ പ്രസന്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്
സബ്ജക്ട് പ്ലസ് V1 ആണ്. ഓക്കെ, സബ്ജക്ട് ഏതൊക്കെയാണ് എല്ലാവരും അറിയാം, എല്ലാ സബ്ജക്റ്റും അറിയാം അല്ലെ. അതിൽ സിംഗുലർ സബ്ജക്ട് എന്ന് പറയുന്നത് ഹി, ഷീ, ഇറ്റ്, എവരിബഡി ആണ്. പ്ലൂറൽ സബ്ജക്ട് എന്ന് പറയുന്നത് ഐ, യു, വി, ദേ ആണ്. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ സിംഗുലർ വേർബ് ആണ് യൂസ് ചെയ്യുക. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ പ്ലൂറൽ വേർബും. സിംഗിൾ വെർബിന് സിംഗിൾ ആക്കണമെങ്കിൽ എന്താണ് എസ് അല്ലെങ്കിൽ IS അല്ലെങ്കിൽ ES ഒക്കെ ആഡ് ചെയ്യണം. അത് വെർബിന് അനുസരിച്ചിരിക്കും ഏതാണ് എസ് ആണോ IS ആണോ ES ആണോ എന്നൊക്കെ അത് വെർബിന് അനുസരിച്ചിരിക്കും നമ്മൾ ചേർക്കാം. ഓക്കെ, അപ്പോ അതിന്റെ കൂടെ SO ISO ESO എന്ത് ആഡ് ചെയ്താലും അതെന്താണ് സിംഗുലർ വേർബായിട്ട് മാറും. ഓക്കെ, ഇപ്പോ ഹി എടുക്കുകയാണെങ്കിൽ സബ്ജക്ട് സിംഗുലർ സബ്ജക്ട് ആണ്. അതിന്റെ കൂടെ യൂസ് ചെയ്യുന്ന വെർബ് ഇപ്പോ റൈറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, റൈറ്റ്സ് എന്ന് പറയും. പ്ലേ ആണെങ്കിൽ പ്ലേസ് പറയും. ഓക്കെ, ഇനി ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ സബ്ജക്റ്റും വെർബും മാത്രം പോരാ അല്ലെ, ഒരു ഒബ്ജക്റ്റും കൂടെ വേണം. ഇപ്പോ ഹി പ്ലേസ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ, എന്താണ് കളിക്കുന്നത് എന്നും കൂടെ പറഞ്ഞാൽ സെന്റൻസ് കുറച്ചുകൂടി കംപ്ലീറ്റ് ആവും, കേൾക്കാൻ കുറച്ചുകൂടി ഒരു രസമാണ് അല്ലെ. അപ്പോ ഹി പ്ലേസ് ക്രിക്കറ്റ് ആൻഡ് ഓർ എന്താണ് ഗ്രൗണ്ട് എന്ന് പറയാം. ഓക്കെ, അപ്പൊ സെന്റൻസ് അങ്ങനെ കംപ്ലീറ്റ് ആക്കാൻ നോക്കാം. പക്ഷെ നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ടത് സബ്ജക്റ്റും വെർബുമാണ്. അത് രണ്ടിലും മിസ്റ്റേക്സ് ഒന്നും വരുത്താണ്ടിരിക്കാനാണ് സ്ട്രക്ചർ ആ സബ്ജക്റ്റിനെ വെർബിനെ ഫോക്കസ് ചെയ്ത് മാത്രം നമ്മൾ സ്ട്രക്ചർ തരുന്നത്. ഓക്കെ, കാരണം മിസ്റ്റേക്സ് വരുന്ന ആ രണ്ട് കാര്യത്തിലാണ്. ഗ്രാമർ മിസ്റ്റേക്ക് മെയിൻലി വരുന്ന രണ്ട് കാര്യത്തിലാണ്. പിന്നെയുള്ള പ്രപ്പോസിഷൻ ആണ്. പ്രപ്പോസിഷൻ ഓൾറെഡി ഞാൻ പഠിപ്പിച്ച കാര്യമാണ്. അപ്പൊ അതിൽ മിസ്റ്റേക്ക് വരുന്നത് ആവശ്യമില്ല. അപ്പൊ സെന്റൻസിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഏകദേശം പഠിച്ചിട്ടുണ്ട് ഇപ്പൊ. ഓക്കെ, അപ്പൊ ഇത്രയാണ് സ്ട്രക്ചർ ബേസ് പറയാനുള്ളത്. ഇത്രയാണ് സിമ്പിൾ പ്രസന്റിനെ കുറിച്ച്. പിന്നെ ഒരു കാര്യം പറയേണ്ടത്, സിമ്പിൾ പ്രസന്റ് നമ്മൾ യൂസ് ചെയ്യുന്ന എവിടെയൊക്കെയാണ്, നമ്മുടെ ഹാബിച്വൽ ആക്ഷൻ പറയാനും ഒരു ഫിക്സഡ് പ്രോഗ്രാം പറയാനും. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് മെയിൻലി യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഒരു ഹാബിച്വൽ ആക്ഷൻ മീൻസ് നമ്മുടെ ഹാബിറ്റ് അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നത് ഈ സിംഗിൾ പ്രസന്റ് ടെൻസ് ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോ ഐ ബ്രഷ് മൈ ടീത്ത് എന്ന് പറയില്ലേ, ഐ ബ്രഷ് മൈ ടീത്ത് എവറി ഡേ, എന്താണ് ഇൻ ദ മോർണിംഗ് എന്ന് പറയുന്നത് ഒരു ഹാബിറ്റ് ആണ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ. ഇതെല്ലാം പറയുന്നത് ഈ ടെൻസ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, then she goes to school at 10 AM every day. അതൊരു ഹാബിറ്റ് ആണ്. മനസ്സിലായോ? അപ്പൊ ഹാബിച്വൽ ആക്ഷൻ പറയാൻ യൂസ് ചെയ്യുന്ന ടെൻസ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ആണ്. അതുപോലെ തന്നെ യൂണിവേഴ്സൽ ട്രൂത്ത് പറയുന്നത് ഈ ടെൻസ് യൂസ് ചെയ്തിട്ടാണ്. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, സൂര്യൻ ഉദിക്കുന്നത് കിഴക്കാണ്. അത് ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. Then the birds fly in the sky, അതും യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. മനസ്സിലായോ? ഓക്കെ, then fishes live in the water എന്ന് പറയാം. സത്യങ്ങളാണ് ഇതെല്ലാം പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടെൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഓക്കെ, then ഒരു ഫിക്സഡ് പ്രോഗ്രാം, അതായത് ഇപ്പോ സ്കൂള് ജൂൺ 2 തുറക്കും എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് പ്രോഗ്രാമാണ്. ഒരിക്കലും മാറ്റം വരില്ല. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ആ ഒരു ഫിക്സ് ചെയ്ത പ്രോഗ്രാമിന് വേറെ ചേഞ്ചസും കാര്യങ്ങളൊന്നും വരില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനെ പറയുന്നത് ഫിക്സഡ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ചേഞ്ച് വരുന്ന ഒരു കാര്യത്തെ നമ്മൾ ഫിക്സഡ് എന്ന് പറയുമോ? ഇല്ല. ഓക്കെ, ഫിക്സഡ് പ്രോഗ്രാമിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ചിന്തിക്കാം, ജൂൺ 2 തുറക്കും എന്നാ പറയുന്നത്. തുറക്കും എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ അല്ലേ എന്ന് പറയാം, ഭാവിയിലെ കാര്യമല്ലേ. ഭാവിയിലെ കാര്യങ്ങൾ ഫ്യൂച്ചർ ആണ്. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെൻസ് സിമ്പിൾ പ്രസന്റ് ആണ്. കാരണം എന്തുകൊണ്ടാണ്? അത് ഫിക്സഡ് പ്രോഗ്രാം ആയതുകൊണ്ട് ഒരു കാരണവശാലും അതിന്റെ ഡേറ്റിനോ ഒന്നും ചേഞ്ചസ് വരില്ല എന്ന് അത്രയും ഉറപ്പുള്ളത് കൊണ്ട്, അത് ഫിക്സഡ് പ്രോഗ്രാം ആയതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സ്കൂൾ വിൽ ഓപ്പൺ എന്ന് പറഞ്ഞാലോ, സ്കൂൾ തുറക്കും 2nd June, on 2nd June എന്ന് പറയാം. സ്കൂൾ വിൽ ഓപ്പൺ 2nd June എന്ന് പറഞ്ഞാൽ അത് മീനിങ് സെയിം ആണ് വരുന്നത്. വില്ല് യൂസ് ചെയ്തപ്പോൾ ഫ്യൂച്ചർ ആയി എന്ന് പറയാം. മീനിങ് സെയിം ആണ് വരുന്നത്. തുറക്കും 2 സ്കൂൾ തുറക്കും. പക്ഷെ അത് ഒരിക്കലും ഫിക്സഡ് അല്ല, ചേഞ്ചസ് വരാം. മനസ്സിലായോ? ചേഞ്ചസ് വരില്ല എന്ന് ഉറപ്പുള്ള കാര്യം ഫിക്സഡ് പ്രോഗ്രാം ആയതുകൊണ്ട് നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യാം. അതാണ് ഏറ്റവും ബെറ്റർ. നമ്മൾ എല്ലായിടത്തും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഏതൊരു ഫിക്സഡ് പ്രോഗ്രാം പറയുമ്പോഴും യൂസ് ചെയ്യുന്ന ടെൻസ് എപ്പോഴും സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കും.
The school opens on 2nd June. എന്നാ പറയുമോ? The schools opens on 2nd June. Okay. Clear ആണല്ലോ? ഇത്രയും സ്ഥലങ്ങളിലാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. സ്ട്രക്ചർ എന്താണെന്നും എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നും എല്ലാം ക്ലിയർ ആണോ അല്ലേ? സൈലന്റ് ആണ്. അപ്പൊ ക്ലിയർ ആണെന്നാണ് അർത്ഥം. ആണോ? Do you have any doubts about simple present tense? Yes or no? എന്താണ്? ആ ഭാഗം ക്ലിയർ ആണ് മിസ്സേ. ക്ലിയർ ആണ്. ക്ലിയർ ആണ് മാം. ക്ലിയർ ആണ്. ഓക്കെ. Yeah. ഇനി moving on to the next tense is present continuous tense. എഴുതിയിട്ടില്ലെങ്കിൽ ഹെഡിങ് എഴുതാം present continuous tense. Okay. Structure എഴുതാം subject plus auxiliary, present auxiliary. അതായത് subject plus is, am, are plus subject plus is, am, are plus verb-ന്റെ കൂടെ ing. Subject plus is, am, are plus verb plus ing. ഇതാണ് സ്ട്രക്ചർ വരുന്നത്. അപ്പൊ സബ്ജക്ട് എന്താണെന്ന് അറിയാം. ഇനി നെക്സ്റ്റ് ഓക്സിലറീസ്. ഇത് പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്യുന്ന ഓക്സിലറീസ് ആണ് കേട്ടോ. പ്രസന്റ് ടെൻസിൽ മാത്രമേ ഈ ഓക്സിലറീസ് യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, അത് എവിടെയെങ്കിലും എഴുതി വെച്ചോളൂ. പ്രസന്റ് ഓക്സിലറീസ് ആണ് ഈസ്, ആം, ആർ എന്ന് എഴുതി വെക്കാം. ഓക്കെ, ഇനി ഈ ഓക്സിലറീസ് എവിടേക്കാണ്, ഏത് സബ്ജക്റ്റിന് കൂടിയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാലോ. പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? ക്ലിയർ അല്ലേ? ഇത് ആ ഭാഗം പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലല്ല. നമ്മള് ടെൻസസിനെ കുറിച്ച് ആദ്യം നമ്മളത് പറഞ്ഞില്ലേ, പിന്നെ നമ്മ മാറിപ്പോയതല്ല അതിന്ന്. ബാക്കിയും കൂടി പഠിച്ചിട്ട് ഇങ്ങോട്ട് വരാ പറഞ്ഞിട്ട്. അതെ അതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആരാണ് അവര് പറഞ്ഞു പെർഫെക്റ്റ് ആണ്, സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ കറക്റ്റ് ആയിരുന്നു ആണോ? അയ്യോ അതല്ല, വെർബ് പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെർബിനെ കുറിച്ച് പഠിച്ചപ്പോ ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നു. പറഞ്ഞു പോയി. ഓക്കെ, പക്ഷെ അങ്ങനെ പറഞ്ഞു പോയെന്ന് പറഞ്ഞേ നിങ്ങള് ഈ ടെൻസിന്റെ നോട്ട് എഴുതുമ്പോ ഇത് കൂടെ എഴുതി പോവാട്ടോ. പെട്ടെന്ന് ടെൻസ് നോക്കുമ്പോ നിങ്ങൾക്ക് പെട്ടെന്ന് സിമ്പിൾ ആവും. അപ്പൊ ടെൻസിന്റെ നോട്ട് എപ്പോഴും ഫസ്റ്റ് മുതൽ എഴുതണം. സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, ആ ഒരു ഓർഡറിൽ എപ്പോഴും എഴുതി പോകാം. ഓക്കെ, എഴുതിക്കോ. ഐയുടെ കൂടെ ആം യൂസ് ചെയ്യുന്നു. ഹി, ഷീറ്റ്, എവരിബഡിയുടെ കൂടെ ഈസ്, യു, വീതയുടെ കൂടെ ആറ്. കറക്റ്റായിട്ട് എഴുതി വെക്കുക. ഇനി അറിയാലോ, എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാലോ. ഐ ആം റൈറ്റിംഗ്, ഷീ ഈസ് റൈറ്റിംഗ്, യു ആർ റൈറ്റിംഗ്. വെർബ് എപ്പോഴും ഫസ്റ്റ് ഫോം ആയിരിക്കും. ing വരുന്നുണ്ടെങ്കിൽ വെർബ് എപ്പോഴും ഫസ്റ്റ് ഫോം ആയിരിക്കും കേട്ടോ. V1 പ്ലസ് ing വേണമെങ്കിൽ എഴുതാം. ഇത്രയും ക്ലിയർ ആയിട്ട് എഴുതുന്നെങ്കിൽ നിങ്ങൾക്ക് V1 പ്ലസ് ing കൂടെ എഴുതാം. നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് ആ രീതിയിൽ വേണം നിങ്ങൾ നിങ്ങളുടെ നോട്ട് എഴുതാൻ. ഞാൻ പറയുന്ന പോലെ എഴുതണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണോ ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണോ മനസ്സിലാവുന്നത് അത് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ നോട്ട് എഴുതാൻ നോക്കാം. കാരണം പിന്നീട് ഈ കോഴ്സ് കഴിഞ്ഞ് എപ്പോഴെങ്കിലും നിങ്ങൾ ആ നോട്ട് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ടെൻസ് എന്താണെന്ന് മനസ്സിലായിരിക്കണം. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി നിങ്ങൾക്ക് എത്ര എക്സ്പ്ലനേഷനോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ടിൽ എഴുതി വെക്കാവുന്നതാണ്. ഇനി കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഈ ടെൻസ് അറിയില്ല എന്നൊരിക്കലും ആരും പറയരുത്. ഓക്കെ, ഓക്കെ, സ്ട്രക്ചർ കിട്ടി. ബാക്കിയെല്ലാ ഓക്സിലറീസ് എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടത് മനസ്സിലായി നിങ്ങൾക്ക്. ഇനി എല്ലാവരും എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, എപ്പോഴും എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യുമ്പോ
സെന്റൻസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. They are playing. Okay. എന്ത്? What? അപ്പൊ ആ ക്വസ്റ്റ്യന് ആൻസർ ഇവിടെ വേണം. എന്താണ് ഒബ്ജക്റ്റ് ആണ്. എന്തോ? They are playing cricket. They are playing cricket on the ground. Okay, on ground അല്ല, on the ground. നമുക്ക് in the ground യൂസ് ചെയ്യാം കേട്ടോ. മിസ്റ്റേക്ക് ഒന്നും പറയാൻ പറ്റില്ല. in the ground എന്ന് പറയാം, on the ground എന്ന് പറയാം. വലിയ മാരകമായ മിസ്റ്റേക്ക് അതിൽ വരില്ല. ഓക്കെ, എല്ലാവരും കേട്ടോ മാക്സിമം എല്ലാവരും എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യണം, സെന്റൻസ് മേക്ക് ചെയ്യണം. They are swimming. കംപ്ലീറ്റ് ചെയ്യൂ. സ്വിമ്മിങ് ഒക്കെ പറയുമ്പോ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടോ? കംപ്ലീറ്റ് ചെയ്യൂ. കാരണം ഞാൻ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നത് എന്താണെന്നറിയോ, നിങ്ങൾക്ക് കുറച്ചുകൂടി ആ ഒരു ക്രിയേഷൻ കിട്ടും. ഒരു സെന്റൻസ് എങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യാം, ഏതൊക്കെ രീതിയിൽ മോഡുലേഷൻ വരുത്താം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറയാം. സ്ട്രക്ചർ വൈസ് ആണെങ്കിൽ നിങ്ങൾ പറയുന്നതെല്ലാം കറക്റ്റ് ആണ്. ദേ ആർ പ്ലേയിങ് എന്ന് പറയാം, ദേ ആർ സ്വിമ്മിങ്, ദേ ആർ സ്വിമ്മിങ് വെച്ച് നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. പക്ഷെ പിന്നീട് നിങ്ങളോട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾക്കൊരു തപ്പൽ വരും. അതില്ലാതിരിക്കാനാണ് ഞാൻ പറയുന്നത് കംപ്ലീറ്റ് ചെയ്യൂ. മാക്സിമം നിങ്ങളുടെ മോഡുലേഷൻ വെച്ചിട്ട് ഒരു ലോങ് സെന്റൻസ് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, we are going for a movie and singing a song. Okay, we are studying for an exam. We are studying for an exam. Okay, bird is flying on bird is flying. Okay, then They are going to school. they are going to school. Okay, She is crying for banana പറയുമ്പോ അവൾ പഴത്തിന് വേണ്ടി കരയുകയാണെന്നല്ലേ? She is crying. for എന്ന് പറയുന്നത് വേണ്ടിയാണ്. I'm learning English. She's coming from school. Okay. ഇപ്പോ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് ഇപ്പോ നടക്കുന്ന കാര്യമാണ്. പ്രസന്റില് കണ്ടിന്യൂ ആയിട്ട് ഇത് കറന്റ്ലി നടക്കുന്ന ഒരു കാര്യങ്ങൾ പറയാനാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ കൺമുന്നിൽ നടക്കുന്ന കാര്യം, അതെല്ലാം കറന്റ് സിറ്റുവേഷൻസ് ആണ്. ആ സിറ്റുവേഷൻസ് പറയാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടെൻസ് ആണ് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, is drinking milk. She is coming from school. You are living in London. Okay. I'm writing a story. No. I am writing a story. I'm writing a story. Yeah. You are watching television. I'm watching television. We are playing football. Yeah, already said that. Then ഇതാണെന്ന് വരുന്നില്ലേ? Now I'm teaching my Montessori students എന്ന് പറയാലോ. എനിക്ക് നിങ്ങൾ എന്ത് പറയും? I'm going to shop. I'm eating fruit. He likes traveling. No. Yeah, he likes traveling. പറയാം. പക്ഷെ അവിടെ observing missing ആണ്. Structure wise അല്ല. We are doing late work. Okay.
I am working for my goal എന്ന് പറഞ്ഞ മിസ്സേ എന്തോ I am working for my goal എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് എന്നർത്ഥം. Yeah. പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. I am working for my goal. പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രവർത്തിക്കുകയാണ്, രണ്ടും രണ്ടാണ്. മലയാളത്തിലാണെങ്കിൽ അത് രണ്ടല്ലേ? I am working വരുള്ളൂ. I am work for my goal വരുള്ളൂ അല്ലെ. I am working പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ടെൻസ് വ്യത്യാസം വരും. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾക്ക് വേണ്ടത് പ്രവർത്തിക്കുകയാണ്. അപ്പൊ മലയാളം എഴുതി വെച്ചോട്ടെ, അവിടെ ചെയ്യുകയാണ് എന്നൊരു മീനിങ്ങിലാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് വരാം. സിമ്പിൾ പ്രസന്റ് ആണെങ്കിലോ ചെയ്യുന്നു അങ്ങനെ വരും. അപ്പൊ മലയാളവും എഴുതി വെക്കണം. ചെയ്യുന്നു, ചെയ്യുകയാണ്, അത് രണ്ടുമാണ് നമ്മളിപ്പോ പറഞ്ഞത്. We are watching a movie. She is wearing a beautiful dress. She is wearing a beautiful dress. അവിടെ ചിത്രം ധരിക്കുകയാണ് എന്നൊരു മീനിങ് വരും. മനസ്സിലായോ? The sun is shining. സെന്റൻസ് എഴുതുമ്പോ നമ്മൾ മലയാളത്തിൽ ചിന്തിക്കുമ്പോൾ സെന്റൻസിന്റെ മീനിങ് തന്നെ മാറിപ്പോട്ടോ. ഷീസ് വെയറിംഗ് എ ബ്യൂട്ടിഫുൾ ഡ്രസ് എന്ന് ഉദ്ദേശിച്ചത് അവള് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ബ്യൂട്ടിഫുൾ ആണ് എന്നാണ്. ആണോ? അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ അവള് ബ്യൂട്ടിഫുൾ ആയ ഡ്രസ്സ് ധരിക്കുകയാണ് എന്നാണ് ഉദ്ദേശിച്ചത്. എന്താണ്? മുഹ്സിന ഷബീർ എന്താണ് ഉദ്ദേശിച്ചത്? ബ്യൂട്ടിഫുൾ ഡ്രസ് ധരിച്ചിട്ടുണ്ട്. മീനിങ് മാറിയില്ലേ? ഓ അത് എഴുതിയപ്പോ വ്യത്യാസം വന്നു. ഷി വോർ അല്ലെങ്കിൽ ഷി വെയർ പറയാം. ഷി വെയർ എ ബ്യൂട്ടിഫുൾ ഡ്രസ് എന്ന് പറയുന്നതാണ് കറക്റ്റ്. പക്ഷേ ഷി വെയറിംഗ് എന്ന് വരുമ്പോൾ ഇത് കണ്ടിന്യൂസ് പ്രോസസ് അല്ലേ? ഷീസ് വെയറിംഗ് എന്ന് പറഞ്ഞാല് അവള് ധരിക്കുകയാണ് എന്നൊരു മീനിങ്ങിലാ വരാ. അവള് ബ്യൂട്ടിഫുൾ ഡ്രസ് ധരിക്കുകയാണ് അതല്ലല്ലോ ഉദ്ദേശിച്ചത്. ഓ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഓരോ സെന്റൻസും എഴുതാൻ. ഓക്കെ, എന്നാണ് ഞാൻ പറയുന്നത്. കണ്ടിന്യൂസ് പ്രോസസ് ആണ്, കറന്റ്ലി നടക്കുന്ന കാര്യങ്ങളാണ്. They are listening to the music. Yeah, they are listening music എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. That cat is drinking milk എന്ന് പറയാൻ പറ്റും. That cat is drinking milk. ക്യാറ്റ് പാല് കുടിക്കുകയാണ് എന്ന് പറയാം, കുഴപ്പമില്ല. That is drinking milk പറയാം, കുഴപ്പമില്ല. അല്ല, അങ്ങനെ വരുമ്പോ കാറ്റ് ഒക്കെ വരുമ്പോ ഈസ് അല്ല അവിടെ യൂസ് ചെയ്യേണ്ടത്. അതെ, മൃഗങ്ങളെ പൂച്ചാന്നും പറയും, പൂച്ചകളെന്നും പറയും. എങ്ങനെയാ വരാപ്പോ? ഒരുപാട് പൂച്ചട്ടി നമ്മൾ എന്ത് പറയും? The cats are. ശരിയായില്ലേ? Okay. ഓക്കെ, ക്ലിയർ ആയോ? പ്രസന്റ് കണ്ടിന്യൂസ് ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്? എല്ലാവരും ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാം. ഇല്ല, യെസ് ക്ലിയർ ആണ്. ഓക്കെ, പറയാനുള്ളത് എപ്പോഴും നിങ്ങൾ ഉദ്ദേശിക്കുന്ന മീനിങ് ഇപ്പോ മലയാളം ഒരു കാര്യം നിങ്ങൾ ഉദ്ദേശിച്ചു, അത് ഇംഗ്ലീഷിലേക്ക് വരുമ്പോ ആ സെയിം മീനിങ് തന്നെയാണോ എന്ന് വരുന്നതെന്ന് കൂടെ നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷീസ് വെയറിംഗ് എന്ന് ഉദ്ദേശിച്ചത് മുസ്ലിം ഉദ്ദേശിച്ചത് മീനിങ് വേറെയാണ്, പക്ഷെ എഴുതി വന്നപ്പോ അത് മാറി. അങ്ങനെ ഒരു അബദ്ധം പറ്റില്ല. അത് ടെക്സ്റ്റ് വൈസ് എന്നല്ല, എങ്ങനെയും പറ്റില്ല. നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ എന്ത് ഇംഗ്ലീഷിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കാം. ഓക്കെ, അത്രയേ ഉള്ളൂ. പ്രസന്റ് കണ്ടിന്യൂസ് അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് പ്രസന്റ് പഠിക്കുന്നത് എന്തൊരു ഇൻട്രസ്റ്റ് ആണെന്ന് നോക്കി. ഓക്കെ, ഇനി ഞാൻ ആലോചിച്ച് വേറൊന്നല്ല, കുറച്ച് മലയാളം തന്നിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യിക്കണോ വേണ്ടിയതാണ് പെട്ടെന്ന് ആലോചിച്ചത്. വേണോ? അല്ലെങ്കിൽ ടെൻസ് കഴിഞ്ഞിട്ട് മതിയോ? ഓക്കെ, അപ്പൊ പ്രസന്റ് ടെൻസ് കഴിഞ്ഞിട്ട് മതി.
ആണോ? കുഴപ്പമൊന്നുമില്ല. എന്തായാലും അതിലെല്ലാം പെടുന്നുള്ളൂ. സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ് ഒക്കെ അതാണ് നല്ലത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും കുറച്ച് എഴുതുമ്പോൾ കൺഫ്യൂഷൻ വരും. ഓക്കെ, അങ്ങനെ മതി. അപ്പൊ അടുത്ത് ഏതാ? പ്രസന്റ് പെർഫെക്റ്റ്. ഇല്ല, പ്രസന്റ് പെർഫെക്റ്റ് എഴുതിക്കോളൂ. സ്ട്രക്ചർ വരുന്നത് സബ്ജക്ട് പ്ലസ് എന്തായിരിക്കും? പ്രസന്റ് പെർഫെക്റ്റിൽ എന്തൊക്കെയായിരിക്കും വരാം അറിയോ? ഹാവ്, ഹാസ്. Subject plus has or have plus V3. Subject plus has or have plus V3. ഇനി ഹാസിന് ഹാവ് ആണ് മെയിൻ വില്ലൻ. ആണോ? ഇതാണ് മെയിൻ വില്ലൻ. ഡൗട്ട് ഉണ്ടോ? അല്ലെ? ഓക്കെ, എനിക്ക് അറിയാം മിസ്സേ എന്നാണ്. ഇല്ല മിസ്സേ, അറിയില്ല. എവിടേക്ക് ഉപയോഗിക്കുന്നതെന്ന് അറിയില്ല. എനിക്ക് കണ്ടാൽ അങ്ങനെയായിരുന്നു. എന്ത് സാധനമാണ് എനിക്ക് മനസ്സിലാവില്ലായിരുന്നു. ഇതൊക്കെ എവിടെയാ യൂസ് ചെയ്യണം, എങ്ങനെ മീനിങ് എങ്ങനെയാ വരുന്നത് എനിക്ക് പോലും അറിയില്ലായിരുന്നു. ഓക്കെ, അപ്പൊ എഴുതിക്കോളൂ. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ഹാസും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യുന്നത്. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഹാസും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഹാവും. ഈ ഹാസും ഹാവും എവിടെ കാണുന്നോ അതിനുശേഷം വരുന്ന വെർബ് V3 ആയിരിക്കണം. മസ്റ്റ് ആണ്. ആ റൂൾ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് കറക്റ്റ് ഫോളോ ചെയ്തേ പറ്റൂ. ഇങ്ങനെ മിസ്റ്റേക്ക് വരുമ്പോഴാണ് ഗ്രാമർ മിസ്റ്റേക്ക്. ഓക്കെ, ഹാവോ ഹാസോ അതിനുശേഷം വെർബ് വന്നാല് അതെപ്പോഴും V3 ആയിരിക്കണം. റൈറ്റ്, റോട്ട്, റിട്ടേൺ. ഇത് ഏത് ഫോം ആയിരിക്കും വരപ്പോ? റിട്ടേൺ. മാറിപ്പോകരുത് കേട്ടോ. എപ്പോഴും പറ്റുന്ന മിസ്റ്റേക്ക് ആണ്. ഇത് ശ്രദ്ധിക്കണം, മസ്റ്റാർഡും പഠിക്കണം. ഹാസോ ഹാവിന് ശേഷം വരുന്ന വെർബ് എപ്പോഴും തേർഡ് ഫോം ആയിരിക്കും. ഹാസിന് ഹാവിന് ശേഷം V3 ഫോം ആണ് എന്ന് പഠിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ഇനി ഒരു സെന്റൻസ് ഒന്ന് മേക്ക് ചെയ്ത് നോക്കി. സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു സെന്റൻസ് മേക്ക് ചെയ്യാം. കംപ്ലീറ്റ് ആയില്ലെങ്കിലും സെന്റൻസ് മേക്ക് ചെയ്യാൻ പറ്റും. ചെയ്ത് നോക്കി. പറ്റുന്നില്ല ആണോ? I have written my homework. എന്ന് പറഞ്ഞു. I have written my homework. മീനിങ് എന്തായിരിക്കും വരാം? ഒന്ന് പറഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ചോദിക്കേ, എന്തായിരിക്കും മീനിങ് വരാം? ഞാൻ എന്റെ ഹോംവർക്ക് എഴുതിയിട്ടുണ്ട്. യെസ്, എഴുതിയിട്ടുണ്ട്. അപ്പൊ മീനിങ് ചെയ്തിട്ടുണ്ട് എന്ന് വരും. ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നു, ചെയ്യുകയാണ്, ചെയ്തിട്ടുണ്ട്. ഓക്കെ, 3 ടെൻസിന്റെയും മലയാളം മീനിങ് കിട്ടിയിട്ടുണ്ട്. മലയാളം മീനിങ് മസ്റ്റായിട്ട് പഠിക്കണം. അപ്പൊ ഇത് വരുന്നത് ചെയ്തിട്ടുണ്ട്. I have written my homework എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞു, കംപ്ലീറ്റഡ് പ്രോസസ് ആണ്. പ്രസന്റ് ടെൻസിൽ കംപ്ലീറ്റ് ചെയ്ത കാര്യം, അതായത് പ്രസന്റിൽ കംപ്ലീറ്റ് ചെയ്ത കാര്യമാണ്. ഇപ്പോ ഞാൻ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഐ എം റൈറ്റിംഗ് മൈ ഹോംവർക്ക് എന്ന് പറയാം. ഓക്കെ, കുറച്ച് കഴിയുമ്പോ ഞാൻ എന്റെ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് എന്ന് പറയാം. മനസ്സിലായോ? Is it clear? ക്ലിയർ ആണോ? എന്ത് കാര്യവും കംപ്ലീറ്റ് ചെയ്ത കാര്യം പറയണമെങ്കിൽ നമുക്ക് ഹാസ് ഓർ ഹാവ് യൂസ് ചെയ്യും. I have completed my degree or graduation from MG University. I have completed. Okay, and graduation MG University എന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് മീനിങ് വരാം. അപ്പോ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. പ്ലൂറൽ സബ്ജക്റ്റിന് കൂടെ ഹാവും സിംഗുലർ സബ്ജക്റ്റിന് കൂടെ ഹാസും ആണ്. ഇനി അവനാണ് പറഞ്ഞെങ്കിലോ, he has completed his graduation from MG University.
എന്ന് പറയും. നമ്മളവിടെ യൂസ് ചെയ്തത് ഹാസ് ആണ്, കാരണം സിംഗുലർ സബ്ജക്റ്റ് വന്നതുകൊണ്ടാണ് നമ്മളവിടെ ഹാസ് യൂസ് ചെയ്തത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ അല്ലയോ? എന്താ മിണ്ടാത്തെ? അല്ലെങ്കിൽ നോട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങള്? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. റെസ്പോൺസ് മസ്റ്റ് ആണ് കേട്ടോ. എനിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് പോലും അറിയാൻ പറ്റുന്നില്ല. റെസ്പോണ്ട് ചെയ്യാം. നിങ്ങളുടെ റെസ്പോണ്ട് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും. മനസ്സിലായോ ഇല്ലയോ? ചോദിക്കട്ടെ, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഞാന് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് MG യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അത് കഴിഞ്ഞു പോയ ഒരു കാര്യമല്ലേ, കുറെ നാൾ മുന്നത്തെ കാര്യമാണെങ്കിൽ അത് നമ്മൾക്ക് ഈ ഒരു ടെൻസിൽ പറയാമോ, പ്രസന്റ് പെർഫെക്റ്റില്? ഇപ്പോ അതായത് നമ്മളിപ്പോ ഒരു ജസ്റ്റ് ഒരു ഇന്റർവ്യൂവിന് പോവുകയാണ്, ചിലപ്പോ കംപ്ലീറ്റ് ചെയ്ത ടൈം ആയിരിക്കാം. കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ പറയാം കംപ്ലീറ്റഡ് മൈ ഡിഗ്രി എന്ന് പറയണം. ഓക്കെ, ഇനിയിപ്പോ ഐ ഹാവ് യൂസ് ചെയ്തില്ല, ഐ കംപ്ലീറ്റഡ് മൈ ഡിഗ്രി എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. മനസ്സിലായോ? അത് ആ ഒരു അറ്റ് എ ടൈം നമ്മൾ അത് കഴിഞ്ഞിട്ട് അപ്പോ കഴിഞ്ഞിട്ട് പോയി ഇന്റർവ്യൂവിനെയാണ് നമ്മൾ ഐ ഹാവ് കംപ്ലീറ്റഡ് പറയാം. അഥവാ ഒരുപാട് വർഷങ്ങളായി കഴിഞ്ഞിട്ടെങ്കിൽ നമുക്ക് പാസ്റ്റ് ടെൻസ് ചെയ്തിട്ട് പറയാം ഐ കംപ്ലീറ്റഡ് എന്ന് പറയാം. ഓക്കെ, രണ്ടും യൂസ് ചെയ്തുകൊണ്ട് വലിയ മിസ്റ്റേക്ക് ഒന്നും വരില്ല കേട്ടോ. നമുക്ക് എന്തും യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. He has gone in the market. ഇത് ശരിയാണ്. He has gone in the market. He has gone to the market. ഒരു ഡെസ്റ്റിനേഷൻ അപ്പുറം ഉണ്ടെങ്കിൽ ടു എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ ആഡ് ചെയ്യുന്നതാണ് ബെറ്റർ. ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മാർക്കറ്റ് അവിടെ ഉണ്ട്, സ്കൂൾ ആണെങ്കിലും ഡെസ്റ്റിനേഷൻ സ്കൂളാണ്. അപ്പൊ സ്കൂളിലേക്ക് പോയിട്ടുണ്ട് എന്നാ പറയുന്നത്, സ്കൂളിലേക്ക് അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക്. ടു മാർക്കറ്റ് എന്നാ പറയാം കേട്ടോ. He has gone to the market എന്ന് പറയണം. അവൻ മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ട് എന്താണ് മീനിങ് വരെ. She has gone to the office. Okay, അവൾ ഓഫീസിൽ പോയിട്ടുണ്ട്. He has started a new job. ന്യൂ ജോബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ന്യൂ ജോബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പറയാം, കുഴപ്പമില്ല. അത് പ്രൊജക്ട് ആണ് കുറച്ച് നല്ലതായിരിക്കും. ഒരു പുതിയ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണല്ലോ. അപ്പൊ മലയാളം മീനിങ് എഴുതി വെച്ചിട്ടുണ്ട്, സ്ട്രക്ചർ എഴുതി വെച്ചു, എവിടേക്കാണ് ഹാസ് ഹാവ് യൂസ് ചെയ്യേണ്ടതെന്ന് എഴുതി വെച്ചു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? അപ്പൊ എല്ലാവരും മാക്സിമം എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഐ ഹാവ് എൻ ഐസ്ക്രീം. ഐ ഹാവ് എൻ ഐസ്ക്രീം എന്ന് പറയുന്നത് മീനിങ് വ്യത്യാസം ഉണ്ട് കേട്ടോ, കാരണം അവിടെ വെർബില്ല. ഓക്കെ അഞ്ജന, അവിടെ വെർബില്ല കേട്ടോ. നമ്മൾ സ്ട്രക്ചർ അത് എന്താണ് മീനിങ് എന്താ ഉദ്ദേശിക്കുന്നത്? ഐ ഹാവ് എൻ ഐസ്ക്രീം, നെക്സ്റ്റ് വേണം എന്നൊരു മീനിങ്ങിലാ വരാം. മനസ്സിലായോ? അല്ലെങ്കിൽ ഐസ്ക്രീം ഹാവിന് വേറൊരു മീനിങ് കൂടി ഉണ്ട്, കഴിക്കുക എന്നൊരു മീനിങ്ങും കൂടെ വരുന്നുണ്ട്. ഹാവ് യു ഹാഡ് യുവർ ലഞ്ച് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ലഞ്ച് കഴിച്ചോ, ഹാവിന് ആ ഒരു മീനിങ്ങും കൂടെ ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മള് നൗൺ ആണ് വന്നിരിക്കുന്നത്, വെർബ് അല്ല. ഐ ഹാവ് ആൻ ഐസ്ക്രീം, ഞാൻ ഐസ്ക്രീം കഴിച്ചു എന്ന് വേണമെങ്കിൽ ഉദ്ദേശിക്കാം, കഴിക്കുകയാണ് എന്ന് വേണമെങ്കിൽ ഉദ്ദേശിക്കാവുന്നതാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ വേണം, ഒരാവശ്യമായിട്ട് നമുക്ക് ഇവിടെ ഹാവ് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഐ ഹാവ് ആൻ ഐസ്ക്രീം എന്ന് പറയുന്ന സെന്റൻസിന്റെ മീനിങ് എന്തായിരിക്കും? നിങ്ങൾ എല്ലാവരും ഒന്ന് പറഞ്ഞേ, നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കേട്ടിട്ട്? ഞാൻ കഴിക്കുവാണ്, എന്റെ കയ്യിൽ ഐസ്ക്രീം ഉണ്ടാണ് തോന്നുന്നത് മീനിങ്. എനിക്കൊരു ഐസ്ക്രീം ഉണ്ട്. ഒരു ഐസ്ക്രീം ഉണ്ട്. ഇപ്പൊ ഐ ഹാവ് എ ഡോട്ടർ എന്ന് പറഞ്ഞ എനിക്കൊരു മോളുണ്ട് എന്നല്ല, അപ്പൊ എനിക്കൊരു ഐസ്ക്രീം ഉണ്ട് എന്നേക്കാരമാണെങ്കിൽ ഉദ്ദേശിക്കണത്. എനിക്കൊരു ഐസ്ക്രീം ഉണ്ട് എന്ന് പറയാം, ശരിയാണ്. എനിക്കൊരു കാർ ഉണ്ട്, ഓണർഷിപ്പ് പറയാം. I have a car. He has car. അവരൊരു കാർ ഉണ്ട് എന്നും പറയാം. പിന്നെ അങ്ങനെ ഉണ്ടെന്ന് പറയാണ്ട് നമുക്ക് ഹാവ് യൂസ് ചെയ്യാം. കഴിച്ചു, അപ്പോ ഹാവ് യു ഹാഡ് യുവർ ലഞ്ച്? യെസ് മാം, ഹാവ് യുവർ ലഞ്ച്? ഐ ഹാവ് മൈ ലഞ്ച് എന്നും പറയാം. അല്ലെ ഐ ഹാഡ് മൈ ലഞ്ച് പറയും. ഫാസ്റ്റ് ആണെങ്കിൽ കഴിച്ചു എന്നാണെങ്കിൽ ഹാഡ് പറയും. അപ്പൊ അതിനെ കുറിച്ചൊക്കെ പോണെങ്കിൽ കുറച്ച് കഴിഞ്ഞ വേണ്ടി പറഞ്ഞു തരാം. ജസ്റ്റ് പറഞ്ഞു പോയെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ ഓക്കെ. മനസ്സിലായോ? പല പല മീനിങ്ങത്തിൽ വരുന്നുണ്ട്. ഞാൻ പക്ഷെ ഇവിടെ പറഞ്ഞ സ്ട്രക്ചർ നിങ്ങളിപ്പോ തന്ന എക്സാമ്പിൾ നമ്മുടെ വ്യത്യാസം.
നമ്മളൊരു വെർബിനെ കുറിച്ചിട്ടല്ല പറഞ്ഞു അല്ലെ. വെർബ് വരുമ്പോഴാണ് ഞാനത് ചെയ്തിട്ടുണ്ട് എന്നൊരു മീനിങ്ങിലൊക്കെ വരും. അല്ലാതെ ഐ ഹാവ് എൻ ഐസ്ക്രീം, ഐ ഹാവ് എ കാർ, എനിക്ക് കാർ ഉണ്ട് എന്ന് വരും. അത് നൗൺ ആണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വെർബിനെ കുറിച്ചാണ്. അപ്പൊ നൗണ് വെർബ് വന്നാൽ എങ്ങനെയാണ് മീനിങ് വരാന്ന് ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ഒന്നുകൂടി പറയാമോ മിസ്സേ? ഇനി നൗൺ എന്താണ് വെർബ് എന്താണെന്ന് ചോദിക്കരുത്. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് റെസ്പോൺസ് വളരെ കുറവായിട്ടോ. എന്തെങ്കിലും ക്ലിയർ ആണെന്ന് ചോദിക്കുമ്പോ ഓൺ ദി സ്പോട്ടിൽ ഓക്കെ മിസ് ക്ലിയർ ആണെന്ന് പറഞ്ഞ് എനിക്ക് അപ്പൊ തന്നെ അടുത്തേക്ക് പോവാം. കുറച്ച് ലാഗിങ് എന്താണ്? He has completed his work or she has completed her task. Okay. She is off. എന്താണത്? She is. She is അല്ലല്ലോ. ശ്രദ്ധിക്കൂ. She has. Not she is. Is വരുന്നത് എന്തിലാണ്? Present continuousലാണ്. Okay. Then ഇത് present perfect ആണ്. She has ആണ്. Once more. എന്താണ്? നൗണിനെ കുറിച്ച് പറഞ്ഞില്ലേ, അതൊന്നുകൂടി പറയൂ. എന്താ പറഞ്ഞെന്ന് ക്ലിയർ ആയില്ല. നൗണ് വരുമ്പോൾ എന്ന് പറഞ്ഞില്ലേ, ഏതിലാ? ഈ ടെൻസിലാണോ നൗൺ വരുമ്പോൾ വെക്കേണ്ടതിനെ കുറിച്ച് പറഞ്ഞ്? അത് മനസ്സിലായില്ല എന്താണ് ഇത്. ഇപ്പോ നമ്മൾ പറഞ്ഞത് സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ആണ്. അതാണ് നമ്മുടെ സ്ട്രക്ചർ. പ്രസന്റ് പെർഫെക്റ്റ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണത്. ഐ ഹാവ് ആൻ ഐസ്ക്രീം എക്സാമ്പിൾ പറഞ്ഞതാണ്. ഓക്കെ. അതും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തമ്മിൽ ഒരു ബന്ധവുമില്ല. അത് ഫസ്റ്റ് മനസ്സിലാക്കാം. ഒരു ബന്ധവുമില്ല. നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വെർബിനെ കുറിച്ചിട്ടാണ്, ഒരു പ്രവൃത്തിയെ കുറിച്ചിട്ടാണ് ടെൻസിന് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി നൗൺ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ പറയാം. പക്ഷെ ഇത് രണ്ടും കൂടെ നിങ്ങൾ കണക്ട് ചെയ്ത് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആക്കിയത്. ഓക്കെ ആണോ? അത് പിന്നെ ഏതിനൊക്കെ വേറെ ഹാവ് ഹാസ് യൂസ് ചെയ്യണം എന്നുള്ളത് പിന്നെ ഒരു ഭാഗമായിട്ട് പറഞ്ഞു തന്നാൽ മതി. അതാണ് നല്ലത്. കാരണം ഇപ്പൊ പറഞ്ഞാല് ലാസ്റ്റ് നിങ്ങൾ നൗണ് വെർബൊക്കെ പറഞ്ഞു. ഇപ്പൊ നമ്മൾ വെർബിൽ അങ്ങനെ ഫോക്കസ് ചെയ്യും. ഇപ്പോഴത്തെ സ്ട്രക്ചർ വൈസ് എല്ലാം ക്ലിയർ ആണോ നിങ്ങൾക്ക്? സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഹാസും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഹാവ് ആണ് യൂസ് ചെയ്യുക. ഐ ഹാവ് റിട്ടൺ മൈ ഹോംവർക്ക് എന്ന് പറയുന്ന എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഐ ഹാവ്, അതിന്റെ കൂടെ ഹാവ് ആണ് വരാം. ദെൻ പറയുന്നത് V3 ഫോം ആണ്. വെർബ് ആണെങ്കിൽ V3 ഫോം ആണ് വരാം. വെർബ് എന്താണെന്നറിയാലോ? പ്രവൃത്തി. അങ്ങനെ ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വെർബ് ആണ്. അപ്പൊ അതിന് ഇംഗ്ലീഷിൽ നമുക്ക് ഓരോ നെയിം ഉണ്ട്. ഓരോ വെർബിനും ഓരോ പേരുണ്ട്, ഇംഗ്ലീഷ് വേർഡ് ഉണ്ട് അല്ലെ. അപ്പോ അതിന്റെ V3 ഫോം എടുക്കണം. ആ V3 ഫോം ആയിരിക്കണം നമ്മുടെ ഹാവ് ഹാസിന് ശേഷം പറയേണ്ടത്. ഓക്കെ. അപ്പൊ മലയാളം വരുന്നത് ചെയ്തിട്ടുണ്ട്, ഞാൻ എന്റെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊരു മീനിങ്ങിലാണ് വരാം. ഓക്കെ. നോക്കി. I have written a letter to him. ഞാൻ ലെറ്റർ ടു ഹിം അല്ല, ഫോർ ഹിം. അവന് വേണ്ടി ഞാനൊരു ലെറ്റർ എഴുതിയിട്ടുണ്ട് എന്ന് മീനിങ് ആണ്. നെക്സ്റ്റ്, ഷി ഹാസ് ബോട്ട് എ ന്യൂ കാർ. അവളൊരു പുതിയ കാറ് വാങ്ങിയിട്ടുണ്ട്. ഷി ഹാസ് ബോട്ട്. ബോട്ട് എന്ന് പറയുന്നത് ബൈന്റെ V3 ഫോം ആണ്. നെക്സ്റ്റ്, they have started a business. correct ആണ്. They have started a business. She has written a story about poverty. She has written a story about poverty. അവള് പോവർട്ടിയെ കുറിച്ചിട്ട് ഒരു സ്റ്റോറി എഴുതിയിട്ടുണ്ട്. Correct. I have done my all my homework. Rama has just gone out to the market. Okay. The cat has eaten fish. Cat fish കഴിച്ചിട്ടുണ്ട്. Okay. Correct ആണ്. ഇനി ഞാൻ കാര്യം ചോദിക്കട്ടെ, നിങ്ങളൊക്കെ V1, V2, V3 ഫോം എല്ലാ വെർബിന്റെ അറിയോ? ചിലതിന്റെ ഒന്നും അറിയണ്ടാവില്ല. എന്നാലും ഈ വാക്കുകൾ അങ്ങനത്തെ ഒക്കെ അറിയാം. സിങ്, സാങ് അതൊക്കെ അറിയണ്ടാവും. ഇറഗുലർ വെർബാണ് പാട്. അത് അറിയാത്തതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തോന്നുന്നുണ്ടോ?
ചെറുതായിട്ട് ഇല്ലാതെ പറഞ്ഞാൽ കള്ളാവോ ഉണ്ട് മിസ്സേ പെട്ടെന്ന് നമുക്ക് ഓർമ്മ ഇപ്പൊ അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് എക്സാമ്പിളുകൾ പോരാ കുറച്ച് ബുദ്ധിമുട്ട്. കാരണം V3 ഫോം അറിയില്ല. ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞാൽ മതി. സിമ്പിൾ ആണ്, എനിക്ക് മനസ്സിലായെന്നുള്ളത്. കാരണം കുറച്ച് എല്ലാവരും ഉരുട്ടാണ് ഗോൺ ഇതൊക്കെ പിടിക്കുന്നുള്ളൂ. മറ്റേ ഡി ഒക്കെ ചേർത്ത് വരുന്നത് നമുക്ക് കുഴപ്പമില്ല, അല്ലാണ്ട് വരുന്നത് പാട് വരും. അതായത് നമുക്ക് റെഗുലർ വേർബ് ഉണ്ട്, ഇറഗുലർ വേർബ് ഉണ്ട്. റെഗുലർ വേർബ് എല്ലാവർക്കും അറിയാം. കാരണം പ്ലേഡ് മനസ്സിലായോ? അങ്ങനത്തെ സാധനങ്ങൾ എല്ലാവർക്കും അറിയാം. പക്ഷെ കം അതറിയില്ല. അങ്ങനെ വ്യത്യാസമുള്ള കുറെ എണ്ണങ്ങളുണ്ട്, അതറിയില്ല. അപ്പൊ ഇറഗുലർ വേർബ് മാത്രം ഞാൻ പറഞ്ഞാൽ മതിയില്ലേ? മതിയോ? യെസ് മാം. റെഗുലർ അറിയാലോ. ജമ്പ് ആണെങ്കിൽ ജംപ് അങ്ങനെ വരും. ഈ ഡി ഫോം വരുന്നതൊക്കെ വെക്കും, പക്ഷെ ഈ അതിനപ്പുറത്തുള്ള കം കേം അതൊക്കെയാണ് വെക്കാത്തത്. അപ്പോ ഇനിയും മനസ്സിലാക്കേണ്ടത് ഇ ഡി ഫോം എല്ലാം വരുന്നത് റെഗുലർ വേർബും ഞാൻ പഠിപ്പിച്ചതാണ്. ഇ ഡി ഫോം വെച്ച് വരുന്നത് റെഗുലർ വേർബും അല്ലാതെ വരുന്നത് ഇറഗുലർ വേർബും ആണ്. അപ്പൊ നമുക്ക് ഇനി ഇറഗുലർ വേർബ് അടുത്ത ക്ലാസ്സിൽ കുറച്ച് നമ്മുടെ എഴുതാം. ഓക്കെ, അത് ടെൻസിന്റെ കൂടെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാം. നല്ലത്. അപ്പൊ നിങ്ങൾക്ക് ഈ പ്രസന്റ് പെർഫെക്റ്റ് എന്നല്ല, ഏത് പെർഫെക്റ്റിലും വേണ്ടത് V3 ഫോം ആണ്. V3 ഫോം അറിഞ്ഞിരുന്നാൽ മാത്രമേ ഏത് ടെൻസും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ മലയാളം തന്നിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞാലും നിങ്ങൾക്ക് അതിന്റെ V3 ഫോം അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതുകൂടെ ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോ സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, ഇത് മൂന്നും ക്ലിയർ ആയോ? മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലാവാത്തത്? ആർക്കെങ്കിലും? ഇനി മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കളിയാക്കോ മിസ്സിന് എന്ത് തോന്നും എന്നൊന്നും വിചാരിച്ചിരിക്കണ്ട. ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല, നിങ്ങൾ മൗനം സമ്മതമാണോ? നിങ്ങൾ അങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നത്? നിങ്ങൾ സൈലന്റ് ആകുമ്പോൾ അത് ഓക്കെ ആണ് എന്നാണോ ഉദ്ദേശിക്കുന്നത്? ക്ലിയർ ആണ്. Okay. He has drunk water. I have gone to the classroom. Okay. ക്ലിയർ ആണ്. അപ്പോ ഞാൻ 3 ടെൻസ് കവർ ചെയ്തു. ഈ 3 ടെൻസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് ഓരോരുത്തരായിട്ട് മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്യണം. സ്റ്റഡി ചെയ്യണം. Any language. Can use English or Malayalam. It's your wish. But you should explain what I said about tense. Okay? Clear? First Arana, who is first to explain 3 tenses? ഇല്ല, ഇതിലും സൈലന്റ് ആണ്. എന്താണ്? ആർക്കും മനസ്സിലായില്ല? ഇപ്പോ എക്സ്പ്ലെയിൻ ചെയ്യൂ. നിങ്ങൾക്ക് മനസ്സിലായത് എന്താണോ അത് വെച്ചിട്ട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ കോപ്പിടിച്ച് പറഞ്ഞുകൊണ്ട് നടന്നു. ഓക്കെ, എനിക്ക് വേണ്ടത് അത് തന്നെയാണ്. നിങ്ങൾക്ക് മനസ്സിലായത് മാത്രമേ എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ ഞാൻ പറഞ്ഞത് എന്നെ കോപ്പിടിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അത് കേൾക്കുമ്പോ രസമാണ്. ഒന്നുകൂടി പറയാം. ഓക്കെ, ഇവിടെ ആരെങ്കിലും ഒരാൾക്ക് പറയൂ കേട്ടോ, അപ്പൊ കേൾക്കാം. കുറച്ചുകൂടി ക്ലിയർ ആവും നിങ്ങൾക്ക്. ഞാൻ എനിക്ക് മനസ്സിലായി പറയാം. ഓക്കെ, ഫസ്റ്റ് ടെൻസിൽ നമ്മൾ പഠിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വെർബ്. വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ് V1. സബ്ജക്റ്റ് പ്ലസ് V1 ആണ് നമ്മളുടെ സെന്റൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിന്നെ നമുക്കതിനകത്ത് സിംഗുലർ വെർബ് യൂസ് ചെയ്യുന്നത് ഹി, ഷീ, ഇറ്റ്, എവരിബഡി. ഇത്രയും സിംഗുലർ സബ്ജക്റ്റുകളാണ്. അതായത് പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ദേ, യു, വി. അപ്പൊ നമ്മള് സിംഗുലർ സബ്ജക്റ്റിനെ നമ്മള് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എസ് ആഡ് ചെയ്യണു. പിന്നെ പ്ലൂരലില് നമ്മള് പ്ലൂരലില് വെർബ് മാത്രം, വെർബിന്റെ ഫസ്റ്റ് ഫോം മാത്രം യൂസ് ചെയ്യുന്നു അല്ലെ മിസ്സേ? അതെ. അപ്പൊ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു പ്രവൃത്തി ചെയ്യുന്നതിനെയാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഹി റൈറ്റ്സ് ആണെങ്കിൽ അവൻ എഴുതുന്നു.
ആ ഒരു രീതിയിലാണ്. പിന്നെ ഹാബിറ്റ്സും അതേപോലെ കോമൺ ട്രൂത്ത്സ് ഒക്കെ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് പറയുന്നത്. അതാണ് എനിക്ക് മനസ്സിലായത്. ഇനി പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റിന്റെ കൂട്ടത്തില് നമ്മൾ ഓക്സിലറി വെർബ് യൂസ് ചെയ്യണത് ഈസ്, ആം, ആറും പിന്നെ വെർബ് പ്ലസ് ING ഫോം ആണ്. യൂസ് വെർബിന്റെ ING ഫോം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രസന്റ് ഓക്സിലറീസ് ഈസ്, ആം, ആർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഐയുടെ കൂട്ടത്തിൽ ആമും വി, യു, ദയുടെ കൂട്ടത്തില് ആറും ഹി, ഷീ, ഇറ്റ്, എവരിബഡിയുടെ കൂട്ടത്തിൽ നമ്മൾ ഈസ് എന്നുള്ള ഓക്സിലറീസ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിന്റെ എക്സാമ്പിൾസ് ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ ഓൺ ദ ഗ്രൗണ്ട്, വി ആർ ഗോയിങ് ഫോർ എ മൂവി. നമ്മൾ എന്താണ് സബ്ജക്റ്റ് സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓക്സിലറീസ് യൂസ് ചെയ്യുകയും വെർബിന്റെ ING ഫോം ചെയ്തിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. പിന്നെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനകത്ത് സബ്ജക്റ്റിന്റെ കൂട്ടത്തില് ഹാസ്, ഹാവും പിന്നെ വെർബിന്റെ V3 ഫോമാണ് യൂസ് ചെയ്യുന്നത്. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ഹാസ് യൂസ് ചെയ്യുന്നു. അതേപോലെ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂട്ടത്തില് ഹാവ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഹാസ്, ഹാവ് ആണ് നമ്മൾ ഈ ഒരു ടെൻസിൽ അല്ലെങ്കിൽ ഈ ഒരു സെന്റൻസിനകത്ത് കാണണമെങ്കിൽ അത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണെന്ന് ഓർത്ത് വെർബിന്റെ V3 ഫോം നമ്മൾ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. ഇത്രയാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, ക്ലിയർ ആണ്. ഇനി മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആരായിരുന്നു മനസ്സിലായോ? മാം എനിക്ക് മനസ്സിലായത് ഞാൻ പറയാം. മാം സിമ്പിൾ പ്രസന്റ് ഈ 3 ടെൻസ് ആണ് ഉള്ളത് പ്രസന്റ് ടെൻസിൽ. സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്. ഇതാണ് നമ്മൾ 3 ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. അതിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഹാബിച്വൽ ആക്ഷൻസിന് വേണ്ടിയും പിന്നെ റിപ്പീറ്റഡ് കാര്യങ്ങൾ ചെയ്യുന്നതിനും പിന്നെ യൂണിവേഴ്സൽ ട്രൂത്ത് പറയാൻ വേണ്ടിയാണ് ഈ സിമ്പിൾ പ്രസന്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഹാബിച്വൽ ആക്ഷൻ പറഞ്ഞാൽ നമ്മൾ ദിവസം രാവിലെ എഴുന്നേക്കുന്നു, ഇതാണ് നമ്മളുടെ ഹാബിച്വൽ ആക്ഷൻ. ഇതിൽ നമ്മൾ സബ്ജക്ട് പ്ലസ് V1 ആണ് നമ്മളുടെ സ്ട്രക്ചർ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സബ്ജക്ട് വെർബ് ഒരു മിനിറ്റ് മാം. The sun shines in the east. ഇത് ദിവസം നടക്കുന്ന ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. ഇതാണ് എക്സാമ്പിൾ. ഇനി നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന കാര്യങ്ങളിനെയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിനെയാണ് പ്രസന്റ് കണ്ടിന്യൂസ് പറയുന്നത്. അതിന്റെ സ്ട്രക്ചർ ആണെങ്കിൽ സബ്ജക്ട് ഈസ്, ആം, ആർ പിന്നെ വേർബ് യൂസ് ചെയ്യും. അപ്പൊ ഇതിന് നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ എം ഗോയിങ് ടു സ്കൂൾ. ഇതാണ് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുവാണ്. ഇതാണ് നമ്മളുടെ പ്രസന്റ് കണ്ടിന്യൂസിന്റെ ഒരു എക്സാമ്പിൾ. ഇനി അടുത്തതാണ് പ്രസന്റ് പെർഫെക്റ്റ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് പാസ്റ്റിൽ ഒരു കാര്യം നമ്മൾ തുടങ്ങിയത് പ്രസന്റിലും തുടർന്നുകൊണ്ടിരിക്കുവാണ്. പാസ്റ്റിൽ തുടങ്ങിയ ആക്ഷൻ പ്രസന്റിലും നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതിനാണ് പ്രസന്റ് പെർഫെക്റ്റ് പറയാം. ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ഹാവ് ഗോൺ ടു സ്കൂൾ. ഞാൻ സ്കൂളിലേക്ക് പോയി. ഒരു കാര്യം നമ്മൾ തുടങ്ങിയത് പാസ്റ്റിൽ തുടങ്ങിയത് പ്രസന്റിലേക്ക് തുടങ്ങുന്നു. ഐ ഹാവ് ഗോൺ ടു സ്കൂൾ. ഇതാണ് എനിക്കിപ്പോ മനസ്സിലായത് മാം. എനിക്കറിയില്ല എത്ര ക്ലിയർ ആയി. എനിക്കിതാ മനസ്സിലായത്. ഇത് പാസ്റ്റിൽ തുടങ്ങിയത് പ്രസന്റിലും തുടങ്ങുന്നു ഒരു മീനിങ് അല്ല, അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അങ്ങനെയാണ് ഓക്കെ. അത് പാസ്റ്റിൽ തുടങ്ങിയ കാര്യമാണെങ്കിലും അത് പ്രസന്റിൽ വെച്ച് കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട് എന്നൊരു മീനിങ്ങിലാണ് വരുന്നത്. കംപ്ലീറ്റ് ചെയ്ത ഒരു പ്രോസസ്സാണ്. അതുകൊണ്ടാണ് നമ്മൾ കംപ്ലീറ്റഡ് എന്ന് പറയുന്നത്. കംപ്ലീറ്റഡ് ആണ്, ഫിനിഷ്ഡ് ആണ് എന്ന് പറയുന്നത്. അപ്പോ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.
ഓക്കെ ഓക്കെ മാം. ഇങ്ങനെയാണ് വരാം. ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ? ഇനി പ്രത്യേകിച്ച് ഡൗട്ട് ഇല്ലല്ലോ? എന്തെങ്കിലും തന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്തായാലും പെർഫെക്റ്റും അടുത്ത് പെർഫെക്റ്റ് കണ്ടിന്യൂസും കൂടെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ക്ലിയർ ചെയ്യും. എന്തായാലും നമ്മൾ റിവൈൻഡ് ചെയ്ത ശേഷം അടുത്തതിലേക്ക് പോകുള്ളൂ, കാരണം കണക്ഷൻ ഉണ്ട്. ഓക്കെ, ഡൗട്ട് ഒരു ഡൗട്ട് ഉണ്ട്. ഐ ആം സ്റ്റഡിയിങ് ഇംഗ്ലീഷ് പോയം എന്ന് പറഞ്ഞാൽ ഞാൻ ഇംഗ്ലീഷ് പോയം പഠിക്കുകയാണെന്നല്ലേ മീനിങ്? അതെ, പഠിക്കുകയാണ്. അപ്പൊ ഞാൻ ഇംഗ്ലീഷ് പോയം പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോ ഇത് തന്നെയാണോ അത് വേറെ? അതെല്ലേ, എനിക്ക് നേരത്തെ റിഷാന ഡൗട്ട് ചോദിച്ചപ്പോ അത് ക്ലിയർ ആയില്ല, അത് പിന്നെ പറയുള്ളൂ അല്ലെ? ഓക്കെ. അപ്പോ നമുക്ക് പ്രസന്റിൽ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്യുകയാണ്, ചെയ്തിട്ടുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് 4 വേണം. അപ്പൊ 4ാമത്തെ അതാണ്. ഓക്കെ, അത് ഞാൻ കറക്റ്റ് ആയിട്ട് ക്ലാസ്സിൽ പറഞ്ഞു. ഇനി ജസീറ ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. നേരത്തെ പേര് ക്ലിയർ ആണ്. ഓക്കെ, ഇനി സൈൻ ഔട്ട് ഉണ്ടല്ലോ, സൈൻ ഔട്ട് പറയൂ. പറയട്ടെ മാം. If you judge people, you have no time to love them. Sign out by Srija. ഓക്കെ, അപ്പൊ ഈ ഇന്നത്തെ ക്ലാസ്സിൽ എങ്ങനെയാണ്? ക്ലിയർ അല്ലേ? സെൻസ് ഒക്കെ ഞാൻ എടുക്കുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? യെസ് മാം, മനസ്സിലാവുന്നു. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്, പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണ് മാം, മനസ്സിലാവുന്നുണ്ട്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ക്ലാസ്സിനെ കുറിച്ച്? എന്തെങ്കിലും ഇന്ന് പഠിച്ച ടെൻസിനെ കുറിച്ച് പറയണമെന്നുണ്ടായിരുന്നു. എന്റെ മോള് പെട്ടെന്ന് ഉറങ്ങിയിട്ടേ ഞാൻ അവളൊന്ന് കടത്താൻ പോയി, അത് ഞാൻ പറയാതിരുന്നു. മനസ്സിലായി, ഇന്നത്തെ ക്ലാസ് മനസ്സിലായി. എന്തായാലും അടുത്ത ക്ലാസ്സിൽ എല്ലാവരെയും കൂടെ ഒന്ന് പറയിപ്പിക്കും ഞാൻ കേട്ടോ. കാരണം പറഞ്ഞാല് നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. മനസ്സിലായോ? ഇപ്പൊ ദീപിക പറഞ്ഞു, ദീപിക മനസ്സിലായിരിക്കണം പറഞ്ഞു, പക്ഷെ അതിൽ ചെറിയ മിസ്റ്റേക്ക് ഉള്ളത് ക്ലിയർ ചെയ്ത് കൊടുത്തു. അപ്പൊ നിങ്ങൾ പറയുമ്പോ നിങ്ങൾക്ക് മനസ്സിലായ രീതിയിലാണ് നിങ്ങൾ പറയുന്നത്. ഓക്കെ, അത് കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് ക്ലിയർ ആവുകയും ചെയ്യും. നിങ്ങൾക്ക് കൂടുതലും നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടും. ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് ക്ലിയർ ചെയ്ത് തരാനും പറ്റും. അതുകൊണ്ട് മാക്സിമം എല്ലാവരും പറയാൻ ശ്രമിക്കാം. അടുത്ത ക്ലാസ്സിലെ ഈ ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ 4 കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ 4 വെച്ചിട്ടുള്ള നമ്മൾ സെന്റൻസ് ക്രിയേഷൻ ചെയ്യാം. അപ്പൊ അപ്പൊ അങ്ങനെ ഓരോന്നും കഴിയുമ്പോ അങ്ങനെ കുറച്ച് നമ്മൾ 4 വെച്ച് ചെയ്യുമ്പോൾ ഇതിൽ ഏതാ യൂസ് ചെയ്യണ്ടേന്നുള്ളൊരു ഇത് തരവാകുമല്ലോ. എന്തായാലും പ്രസന്റ് ടെൻസ് കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലായതിനു ശേഷം മാത്രമേ അടുത്ത ടെൻസിലേക്ക് ഞാൻ പോകുള്ളൂ. അത് മലയാളം സെന്റൻസ് വന്നിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാനും പറയും. അങ്ങനെ അങ്ങോട്ട് തിരിച്ചു മുറിച്ചിട്ട് പറഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ അടുത്ത ടെൻസിലേക്ക് പോകുള്ളൂ. കേട്ടല്ലോ? അതിനുശേഷം കുറച്ച് വെർബ് ഞാൻ പറഞ്ഞ വെർബ് കുറച്ച് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതിൽ 3 ഫോംസ്, ആ 3 ഫോംസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ അതും അടുത്ത ക്ലാസ്സിലൊക്കെ ചെയ്യണം. എന്നിട്ടൊക്കെ ഞാൻ ക്ലാസ്സിലേക്ക് പോകുള്ളൂ കേട്ടോ. ഓക്കെ, അതുകൊണ്ട് പേടിക്കണ്ടായിരുന്നു. ടെൻസ് തന്നെ ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യാം. Okay, let's wind up this class. Okay, thank you all. See you on the next class. Okay, bye. Thank you. Thank you, Thank you, ma'am. Thank you, ma'am.